ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഈ യൂണിവേഴ്സ് അറൗണ്ട് ഡേയ്സ് ട്രിപ്പിൾ വണ്ണിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിലെ ഓരോ ചെറിയ ആഗ്രഹങ്ങളായാലും അതൊക്കെ ഒന്ന് റിയലായി കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മളിലേക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടൊക്കെ എത്തിക്കുന്നതിൽ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മുടെ ശ്രമങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാൻ യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട്, ആ ഒരു അലൈൻമെന്റ് എപ്പോഴും സഹായിക്കുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെ നമ്മളുടെ ഉള്ളിലെ ഒരു മെന്റൽ ക്ലാരിറ്റി, ഫോക്കസ്, ലക്ഷ്യബോധം, വിശ്വാസം, എനർജി ഇതൊക്കെ ഒന്ന് സ്ട്രോങ് ആകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമൊക്കെ വരാം. എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ മനസ്സ് യൂണിവേഴ്സിനോട് അലൈൻ ചെയ്തിട്ടുണ്ടോ? എൻ്റെ മാനിഫെസ്റ്റേഷൻ എത്രത്തോളം വർക്കാകുന്നുണ്ടെന്നൊക്കെ എങ്ങനെയൊന്ന് അറിയാൻ പറ്റും? ഇങ്ങനെയൊക്കെ. അപ്പോൾ ഒരാളുടെ ഉള്ളിലെ മാനിഫെസ്റ്റേഷൻ പവർ എത്രയാണ്, അവരെത്രത്തോളം ശക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലെവലിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതും ഇനിയും എത്രത്തോളം നമുക്ക് ചേഞ്ചസും ഇംപ്രൂവ്മെന്റും ഒക്കെ കൊണ്ടുവരാനുണ്ട് എന്നൊക്കെ ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു 4 ലെവൽസ് ഓഫ് റിയാലിറ്റി ടെസ്റ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതൊരു ഇമാജിനേഷൻ ഗെയിമൊന്നും അല്ല, നമ്മളുടെ ഒരു മൈൻഡ് സയൻസും ഒരു അവയർനെസ് മെക്കാനിസം ഒക്കെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഇവിടെ ഈ ഒരു ടെസ്റ്റിംഗ് ഒരിക്കലും നമ്മളിവിടെ യൂണിവേഴ്സിനെ എക്സാം ചെയ്യലല്ല, നമ്മളിലെ ഒരു ഫോക്കസും അലൈൻമെന്റും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം 48 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ഒരു 4 ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഇതിൽ 4th ലെവലിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗത്തിൽ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു നോക്കാൻ കഴിയുന്ന ഈ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു 4-5 കാര്യങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായിട്ട് കണക്റ്റ് ആകുന്ന തരത്തിലാകണം നമ്മൾ ഓരോന്നും ഇതിൽ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വളരെ കാമായിട്ട് വേണം ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കേണ്ടത്. കാരണം ടെൻഷനും ആങ്സൈറ്റിയോടും അല്ലെങ്കിൽ ഒരു പ്രഷറോട് കൂടിയൊക്കെ ഇരുന്ന് ചെയ്യുന്നത് ഒരിക്കലും നല്ല റിസൾട്ട് ഉണ്ടാകാൻ സഹായിക്കില്ല. ആദ്യമായിട്ട് നമുക്കൊരു വിഷ്വൽ വേണം. ഒരു വസ്തുവാവാം, ഒരു ജീവി, അല്ലെങ്കിൽ ഒരു ഫ്ലവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും അങ്ങനെ കാണുന്നതാകരുത്, എന്നാൽ ഒരിക്കലും നമ്മൾ കാണാൻ സാധ്യത ഇല്ലാത്തതുമാകരുത്. കുറച്ച് റെയറായിട്ടൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കണ്ടു അതൊന്നുകൂടെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതോ, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ചൂസ് ചെയ്യാം. എന്നും ഡെയിലി ലൈഫിൽ വരാത്ത ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, നമുക്ക് കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കളോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഏതെങ്കിലും ജീവിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് വെക്കാം. അപ്പൊ അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. രണ്ടാമതായിട്ട് ഒരു മണം, ഫ്രാഗ്രൻസ്, നമ്മളുടെ ഓർമ്മയിലുള്ളതോ അല്ലെങ്കിൽ അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളതുമായിട്ടുള്ള ഒരു മണം, ഒരു സുഗന്ധം എന്ന് നമുക്ക് ലഭ്യമായ മണം എടുക്കരുതൊരിക്കലും. മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്ത പെർഫ്യൂമിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ സ്മെല്ല് പെട്ടെന്ന് അത് കിട്ടാൻ അധികം സാധ്യതയില്ല, എന്നാൽ കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ആയിട്ടൊക്കെയുള്ള, അല്ലെങ്കിൽ ഈസിലി നമുക്ക് അത്ര ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല, എന്നാൽ അത് കിട്ടിയാൽ വളരെ നല്ലത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മണം, അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ഒരു ശബ്ദം, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഒരു ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം എടുക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശബ്ദം എടുക്കാം. നമ്മളിപ്പോൾ ഒന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കണം എന്ന് കൊതിക്കുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ നമ്മളോട് കുറെ നാളുകളായിട്ട് മിണ്ടാതിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ വിളിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ശബ്ദം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നാലാമതായിട്ട് ഒരു ഭക്ഷണം, നമ്മൾ എന്നും അങ്ങനെ കഴിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഈസിലി കിട്ടുന്നതോ ആവരുത് അതിനകത്ത് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ റെയറായിട്ട് കിട്ടുന്ന സാധ്യതയുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് കഴിക്കാൻ എന്നുള്ളതോ ആയിട്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് ചൂസ് ചെയ്യാം.
അടുത്തത് ഏറ്റവും ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഒരു സഡൻ എമൗണ്ട് ഓഫ് മണി, ഒരു മണി മാനിഫെസ്റ്റേഷൻ പോലെ. അതായത് ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് വേണം അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ. പെട്ടെന്നൊരു വലിയ എമൗണ്ട് ഒന്നും എഴുതി വെക്കരുത്. നമ്മുടെ ലൈഫിൽ നമ്മൾ കൈകാര്യം ചെയ്തു വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തുകയെ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം ഇത് നമ്മളൊരു ടെസ്റ്റ് ചെയ്യല്ലേ. അപ്പം പെട്ടെന്നൊരു ഹ്യൂജ് എമൗണ്ടോ കോടികളോ ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതൊട്ട് ഫേവറബിൾ ആകില്ല. നമ്മളുടെ മനസ്സ് അപ്പം തന്നെ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമാകും. അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഉറപ്പുള്ള ഒരു എമൗണ്ടും ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഇപ്പം നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സാലറിയോ അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങളോ ഇതിൽ ചൂസ് ചെയ്യരുത്. അതല്ലാത്ത ഒരു എമൗണ്ട് ഓഫ് മണി നമുക്ക് ചൂസ് ചെയ്ത് വെക്കാം. അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾക്ക് നമ്മളുടെ മനസ്സിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു തുക നമുക്ക് ചൂസ് ചെയ്ത് വെക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ എഴുതി വെച്ചതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടൊക്കെയുള്ള പല മാനിഫെസ്റ്റേഷൻ രീതികളും ഉണ്ടാവും അല്ലെ. ചിലർക്ക് സ്ക്രിപ്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എന്നാൽ ചിലർക്ക് വിഷ്വലൈസേഷൻ ആയിരിക്കും, എന്നാൽ ചിലർ അഫർമേഷനിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇനി ഏത് മെത്തേഡ് ആണെങ്കിൽ കൂടിയും ഒപ്പം ഒരു വിഷ്വലൈസേഷനും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം വിഷ്വലൈസേഷൻ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് റോളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ഓരോ കാര്യങ്ങളും എടുക്കുക, ഓരോന്നായിട്ട് എടുക്കുക. അപ്പൊ അതിനെ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒബ്ജക്റ്റിനെ നമ്മൾ അതിനെ കാണുന്നതും അതിന് നമ്മൾ കാണുമ്പോൾ നമ്മളുടെ മൈൻഡിലുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, സന്തോഷം, ആ ഒരു മൊമെന്റ്, ഇതിനെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ആ മണം ആസ്വദിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ആ ഒരു പ്ലസന്റ്, ആ ഒരു കാര്യങ്ങൾ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതേ ഫീലോടുകൂടി നമ്മൾ അതിനെ മണക്കുന്നതും ആ ഒരു മണം നമ്മൾക്ക് മെന്റലി നമ്മൾക്ക് അത്രയും സന്തോഷമുണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാം. ഇനി ആ സമയത്ത് നമ്മളുടെ ഫീലിങ്സ്, നമുക്ക് ഒരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷത്തോടെയും ഒരു നല്ലൊരു അനുഭൂതിയോട് കൂടിയായിരിക്കും ആ മണം നമ്മൾ ആസ്വദിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്തത് എന്താണ്? നമ്മളുടെ ശബ്ദം. നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ഒരു ഇമോഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അതുപോലെ നമ്മൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഭക്ഷണം, അതിൻ്റെ രുചി, അത് നമ്മൾ അറിയുന്നതും ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഇഷ്ടഭക്ഷണം അല്ലെങ്കിൽ ആഗ്രഹിച്ച ഭക്ഷണം നമ്മളുടെ മുന്നിൽ കിട്ടിയാലുള്ള നമ്മളുടെ ആ ഒരു അവസ്ഥയും ആ ഒരു മാനസിക സന്തോഷവും ആ ഒരു സിറ്റുവേഷനും ഒക്കെ നമ്മൾക്ക് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. അതുപോലെ പണവും, നമ്മൾക്ക് ആഗ്രഹിച്ച പണം അല്ലെ, പണം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളുടെ അക്കൗണ്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ കൈകളിലേക്കായിട്ടായിരിക്കും പണം എത്തുന്നത്. അപ്പൊ അക്കൗണ്ടിൽ എത്തുന്ന പൈസ വരുന്നതും അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതും അല്ലെ, അത് നമ്മൾ വിഡ്രോ ചെയ്യുന്നതും, ആ പണം നമ്മൾ എണ്ണാൻ പറ്റും, നമുക്കത് സ്മെല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും വാങ്ങിക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പണം നമുക്ക് വിനിയോഗിക്കാനും പറ്റും അല്ലെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും എടുക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സാധിക്കുമ്പോൾ അല്ലെ, ഓരോ വിഷ്വലൈസേഷനും കഴിഞ്ഞ് അത് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞു എന്നതിനുള്ള ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് വേണം അത് അവസാനിപ്പിക്കാൻ. ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാം. ഇനി 48 മണിക്കൂറാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിനുള്ള ടൈം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തമായ ലക്ഷ്യബോധം നമുക്ക് ഉറപ്പിക്കണം അല്ലെ, ആഗ്രഹത്തിൽ നിന്നും അതൊരു ലക്ഷ്യമാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു ടൈം പീരീഡ് ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത 5 കാര്യങ്ങളിൽ ഏതൊക്കെ സാധിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത്.
ആദ്യത്തെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, അതിപ്പോൾ നേരിട്ടാവാം അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടാകാം. കാരണം നമ്മളിപ്പോൾ ഫോണും ടിവിയും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഒരു കാഴ്ച അത് നേരിട്ടാണെങ്കിലും അല്ലാതെയും നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്കത് സാധിച്ച് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ ലെവൽ 1 എന്ന് പറയാൻ പറ്റും. ഉറപ്പായും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. എന്നാൽ കുറച്ചുകൂടെ മെന്റൽ ക്ലാരിറ്റിയും ഫോക്കസും നെഗറ്റീവ് തോട്ട്സുകളൊക്കെ ഒഴിവാക്കി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹീലിംഗ് പ്രാക്ടീസസുകൾ നമ്മൾ സ്ഥിരമാക്കി കൊണ്ടുപോവുക. ഇനി നെക്സ്റ്റ് പറഞ്ഞ ഫ്രാഗ്നൻസ്, പിന്നീട് സൗണ്ട്, മണമോ ശബ്ദമോ, ഇതിലേതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ 2 നിങ്ങൾക്ക് 48 മണിക്കൂറിനുള്ളിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ലെവൽ 2 എത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ആക്റ്റീവാണ്. ഇനിയും എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വിശ്വാസവും സ്ഥിരതയും ലക്ഷ്യബോധവും കൂടുതൽ മികച്ചതാക്കി നിങ്ങളുടെ ഉള്ളിലെ ഉണ്ടാകുന്ന നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തെയൊക്കെ ക്ലിയർ ചെയ്ത് നിരന്തരമായി മനസ്സിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി 3ാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഫുഡായിരുന്നു അല്ലെ. അപ്പൊ അത് നടന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ, നമ്മൾക്ക് അത് നിങ്ങൾ 3rd ലെവലിൽ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. ഇവിടെ ഒരു രുചിയാണ്. കാരണം റിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാം, അതിനെ ഫീൽ ചെയ്യാം, അതിനെ മണത്ത് നോക്കാം അല്ലെ, ടച്ച് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു പവർഫുൾ സൈനാണ്. നിങ്ങൾ നല്ല വഴിയിലാണ്. കൂടുതൽ ക്ലാരിറ്റിയും ലക്ഷ്യബോധത്തോടും കൂടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും മാനിഫെസ്റ്റേഷൻ പവർ അതിശക്തമാക്കി മാറ്റാൻ ഉറപ്പായും സാധിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഇനി ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മണി മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച തുക നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തമായ മാനിഫെസ്റ്റേഷൻ പവർ ആണ് എന്നതിന്റെ സൂചനയാണ്. കാരണം പണം എന്നത് ഒരു എനർജിയാണ്, ഒരു വാല്യൂ ആണ്, അതല്ലേ. അതിന്റെ മൂല്യം നമുക്കറിയാവുന്നതാണ്. ഇത് അത്ര ഈസി ആയിട്ട് ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതുമല്ല. അത്ര പവർഫുൾ ആയിട്ടൊരു മാനിഫെസ്റ്റേഷൻ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ സാധിക്കും എന്നതാണ്. ഇപ്പോൾ മടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഇനി വേണ്ടത്. നിങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നത്. ഇനി ഒന്നും സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെയും നിങ്ങൾ ആരും നിരാശരാകേണ്ട ഒരാവശ്യവുമില്ല. എല്ലാവരും ലെവൽ 0 നിന്ന് തന്നെയാകും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുക. നമ്മുടെ മെന്റൽ ബ്ലോക്സുകൾ, നമ്മുടെ തെറ്റായ ചിന്താഗതികൾ, അല്ലെങ്കിൽ നമ്മളുടെ ചില ധാരണകൾ, ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചില ട്രോമാസ്, നമ്മളുടെ ആത്മവിശ്വാസക്കുറവ്, നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ്സ്, അതുപോലെ ഭയം, ഇതൊക്കെ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ സാധ്യമാകാത്തത്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ, ഡെയിലി പ്രാക്ടീസസുകൾ, നമ്മൾ അതിനെ ഹീല് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അതൊക്കെ ഹീല് ചെയ്ത് അതിനുള്ള സമയവും സാഹചര്യങ്ങളും ഒരുക്കി അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം മാനിഫെസ്റ്റേഷനെ മനസ്സുകൊണ്ട് തയ്യാറാവുക. അപ്പോൾ എല്ലാവരും അവരുടെ ലക്ഷ്യങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കി സാധിക്കാനായിട്ട് മുന്നോട്ട് പോവുക. സധൈര്യം. യൂണിവേഴ്സും നിങ്ങളുടെ ഒപ്പമുണ്ടാകും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.